അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രി സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാ പറയുന്നത്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, സുബ്ഹിന്റെ മുന്നേ ഉള്ള 2 റക്അത്ത് നിസ്കാരം, തഹജ്ജുദിന്റെ നിസ്കാരം ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ റമളാനോട് കൂടി നമ്മൾ ആരംഭിക്കണം. അവൻ മാത്രം എഴുന്നേറ്റാ പോരാ. ശേഷം റസൂൽ പറയാണ്, അവരുടെ ഭാര്യയെ കൂടി വിളിക്കണം. ആ നേരത്ത് അവളെ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ മുഖത്ത് അല്പം വെള്ളം കുടയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയിട്ട് പരിസരമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു വീട്ടിൽ ഭാര്യ എഴുന്നേൽക്കുക, നിസ്കരിക്കുക, ഭർത്താവിനെ വിളിക്കുക, എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തെളിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില്, അവന്റെ കുടുംബത്തില് അവനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാത്തിലും റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയം താഴത്തിന്റെ സമയം, സുബ്ഹിന്റെ മുന്നേ എഴുന്നേറ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീട്ടിൽ അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവുമാണ്. എല്ലാ ദിവസവും എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് അന്നത്തെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന നമ്മുടെ മക്കൾ, ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മക്കൾ കാണുമല്ലോ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു മാറ്റം, ഭാര്യ ഭർത്ത ബന്ധത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, അത് വലിയൊരു മാറ്റമായി. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമയത്ത് 2 റക്അത്ത് മതി, തോനെ സമയമൊന്നും വേണ്ട. ഏതായാലും നമ്മൾ സുബ്ഹിന്റെ ജമാഅത്തിന് വരുന്ന ആളുകളാണ്. അപ്പൊ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ മുന്നേ എഴുന്നേറ്റ് അപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ച് 2 ആൾ കൂടി വുളു എടുത്ത് ആ വീട്ടിലൊരു റൂമിൽ വെച്ച്, പള്ളിയിലേക്കൊന്നും വരണ്ട തഹജ്ജുദ് നിസ്കാരത്തിന്, 2 ആൾ കൂടി റാഹത്തോടുകൂടി നിസ്കരിച്ച് ദുആ ചെയ്യുന്ന ആ ഒരു വീടിന്റെ ചുറ്റുപാട് ഇങ്ങനെ സ്വപ്നം കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനത്തെ ഒരു മാറ്റമില്ലെങ്കിൽ വീട്ടിൽ നമ്മൾ കൊണ്ടുവരണം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതരാകുന്ന, ദുനിയാവിലും റഹ്മത്ത് വേണം, ആഖിറത്തിലും പടച്ച റബ്ബിന്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.